ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മുതൽ ഞാൻ നമ്മുടെ എൽ-പി, യു-പി എക്സാമിനും അതുപോലെ തന്നെ കെ-ടെക് എക്സാമിനെയും സംബന്ധിക്കുന്ന എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ ചില ഭാഗങ്ങളുടെ ക്ലാസ് എടുക്കുകയാണ്. നമുക്കറിയാം എൽ-പി, യു-പി എക്സാമിന്റെ ഏറ്റവും ഫസ്റ്റ് സിലബസ് പറയുന്നത് തന്നെ പഠനത്തെ സമീപിക്കുന്ന വിവിധ നിർവചനങ്ങളാണ്. അപ്പം ആ നിർവചനങ്ങളിലൂടെ നമുക്ക് പോകാം. അത് ഓർത്തിരിക്കാനുള്ള ചില കളും നമുക്ക് ഓർക്കാം. ആഹ് അതിനു മുമ്പ് നമ്മൾ നോക്കാം എന്താണ് പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് എന്താണ്? എന്താണ് കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ്? ഒരു വ്യവഹാരത്തിലെ സ്ഥിരമായ മാറ്റമാണ് പഠനം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യവഹാരത്തിലെ സ്ഥിരമായ മാറ്റമാണ്. പഠനം ഒരു താൽക്കാലികമായ മാറ്റമല്ല, അത് സ്ഥിരമായ മാറ്റമാണ്. ഇനി ആ മാറ്റം എങ്ങനെയാ ഉണ്ടാവുന്നത്? നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളുടെയും പരിശീലനങ്ങളുടെയും ഫലമായിട്ട് ആണ് ഈ മാറ്റം ഉണ്ടാവുന്നത്. എവിടെയൊക്കെയാണ് ഈ മാറ്റം ഉണ്ടാവുന്നത്? ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തില് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറില്, അയാളുടെ മനസ്സിലൊക്കെയാണ് ഈ സ്ഥിരമായ മാറ്റം ഉണ്ടാവുന്നത്. ഇത് പഠനം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന കാര്യമാണോ? അല്ല. അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു നിരന്തര പ്രക്രിയയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം. അതായത് ഉം ഏഹ് വിവിധ നിർവചനങ്ങൾ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൈക്കോളജിയുടെ പോർഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം തന്നെ വരുന്നത് പഠനത്തെ സമീപിക്കുന്ന വിവിധ നിർവചനങ്ങളാണ്. എല്ലാ കൊല്ലവും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുമുണ്ട്. അപ്പം നമുക്ക് ആ നിർവചനങ്ങളിലേക്ക് നോക്കാം. ആദ്യത്തെ നിർവചനം ഗേറ്റ്സിന്റെയാണ്. ഗേറ്റ്സ് പറയുന്നത് പഠനം എന്നാൽ അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ്. അതായത് ഗേറ്റ്സിന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തില് മോഡിഫിക്കേഷൻ ഉണ്ടാവുന്നത്, ചേഞ്ചസ് സംഭവിക്കുന്നത് അയാൾ അനുഭവങ്ങളിലൂടെയാണ് എന്നാണ്. എന്താ ഇത് ഓർത്തിരിക്കാനുള്ള ഒരു വഴി? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടി ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നു. ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കും. ആ അനുഭവങ്ങൾ എന്ത് ചെയ്യും? ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ വ്യവഹാരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരും. എന്നാൽ ഇപ്പം നിങ്ങൾ ആലോചിക്കണം, ഇപ്പം ക്വസ്റ്റ്യൻ വരികയാണ് പഠനം എന്നാൽ അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനം എന്നത് ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ നിമിഷം അനുഭവം ഗേറ്റും കൂടി ആലോചിക്കണം. അപ്പം ഗേറ്റ്സ് ആണ് പറഞ്ഞത് എന്ന് ഓർക്കണം. ഓക്കെ. ഇനി രണ്ടാമത്തെ നിർവചനത്തിലേക്ക് പോകാം. രണ്ടാമത്തെ നിർവചനം ഹെൻറി പി സ്മിത്തിന്റെയാണ്. ഹെൻറി പി സ്മിത്ത് പറയുന്നത് പുതിയ അനുഭവങ്ങളെ സ്വന്തമാക്കലും പഴയവയെ നിലനിർത്തലുമാണ് പഠനം. അക്വിസിഷൻ ഓഫ് ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് റിറ്റൻഷൻ ഓഫ് ഓൾഡ്. എങ്ങനെയാ നമുക്കിത് ഓർത്തിരിക്കാൻ പറ്റുക? സ്മിത്ത് എന്ന് പറയുന്ന വാക്ക് നമുക്ക് എടുക്കാം. സ്മിത്തിനെ നമുക്ക് സേവ് പ്ലസ് ന്യൂ എന്ന് ആലോചിക്കാം. അതായത് പഴയവയെ നമ്മൾ സേവ് ചെയ്യുന്നു, പുതിയവയെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. പുതിയ അനുഭവങ്ങളെ സ്വന്തമാക്കലും പഴയവയെ നിലനിർത്തലുമാണ് പഠനം. ആര് പറഞ്ഞതാണിത്? ഹെൻറി പി സ്മിത്ത് പറഞ്ഞതാണ്. അടുത്തത് ഈ ഡെഫിനിഷൻ B.F. സ്കിന്നറിന്റെയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. B.F. സ്കിന്നറിന്റെ അഭിപ്രായത്തില് പഠനം എന്നാൽ അനുക്രമമായി സംഭവിക്കുന്ന വ്യവഹാര അനുയോജനമാണ്. അതായത് പെരുമാറ്റത്തിൽ അനുക്രമമായി സംഭവിക്കുന്ന മാറ്റമാണ്. അദ്ദേഹം പറയുന്നത് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? അവരായിരിക്കുന്ന ആ പരിസ്ഥിതിയുടെ പുതിയ പ്രതികരണങ്ങളിലൂടെ പൊരുത്തപ്പെടുന്ന രീതിനെയാണ് പഠനം എന്ന് പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് തന്നെ ഇതിനുള്ള കോഡ് ഓർത്തിരിക്കാം. സ്കിന്നർ. നമ്മൾ സ്കിൻ എന്ന് ആലോചിക്കും. സ്കിൻ എന്ത് ചെയ്യും? പരിസ്ഥിതിയിലെ വിവിധ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ ചേഞ്ചസുകൾ ഉണ്ടാകും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഒരു വേനൽക്കാലത്തുള്ള പോലത്തെ ഒരു സ്കിൻ ആണോ മഞ്ഞുകാലത്ത് ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഒരു വിന്ററിലോ അല്ലെങ്കിൽ മഴക്കാലത്തോ ഉണ്ടാവുന്നത്? അല്ല. ഓരോ സമയത്തെയും ക്ലൈമറ്റിന്റെയും അല്ലെങ്കിൽ പരിസ്ഥിതിയുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച്
നമ്മുടെ സ്കിന്നില് മാറ്റങ്ങൾ സംഭവിക്കും. അനുക്രമമായി മാറ്റങ്ങൾ സംഭവിക്കും. അപ്പം BF സ്കിന്നർ എന്താണ് പറഞ്ഞത്? പഠനം എന്നാൽ അനുക്രമമായി സംഭവിക്കുന്ന വ്യവഹാര അനുയോജനമാണ്. എന്താണ് പഠനം? BF സ്കിന്നറിന്റെ അഭിപ്രായത്തിൽ അനുക്രമമായി സംഭവിക്കുന്ന വ്യവഹാര അനുയോജനമാണ്. ആ പഠിക്കുന്ന പഠിതാവ് എന്ത് ചെയ്യുന്നുണ്ട്? അവരായിരിക്കുന്ന പരിസ്ഥിതിയോട് പുതിയ പ്രതികരണങ്ങളിലൂടെ പൊരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത് വുഡ്സ്വർത്തിന്റെ നിർവചനമാണ്. വുഡ്സ്വർത്ത് പറയുന്നത് പഠനം എന്നാൽ പുതിയ അറിവുകളും പുതിയ പ്രതികരണങ്ങളും ആർജിക്കുന്ന പ്രക്രിയയാണ് എന്നാണ്. ഇത് വുഡ്സ്വർത്തിന്റെ ആലോചിക്കാന് രണ്ട് പുതിയ അറിവുകൾ, പുതിയ പ്രതികരണങ്ങൾ. ഈ രണ്ട് പുതിയത് വരുന്നത് വുഡ്സ്വർത്തിനാണെന്ന് ആലോചിക്കുക. പുതിയ അറിവുകളും പുതിയ പ്രതികരണങ്ങളും. ഓക്കെ. അടുത്തത് ഇതും ഇനി വരുന്ന ഈ നിർവചനവും ക്രോ ആൻഡ് ക്രോയുടെ നിർവചനവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്രോ ആൻഡ് ക്രോ പറയുന്നത് പഠനം എന്നാൽ അറിവുകൾ, മനോഭാവങ്ങൾ, ശീലങ്ങൾ എന്നിവ നേടുന്ന പ്രക്രിയയാണ് പഠനം. പഠനം എന്നാൽ അറിവുകൾ, മനോഭാവങ്ങൾ, ശീലങ്ങൾ എന്നിവ നേടുന്ന പ്രക്രിയയാണ് പഠനം. ഇത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ നമ്മുടെ കാക്കയുടെ കഥ ഓർത്തിട്ടില്ലേ? അതായത് വെള്ളം നിറയാൻ വേണ്ടി പെബിൾസ് ഇട്ട് വെള്ളം പൊക്കുന്ന കഥ. അപ്പം കാക്കയ്ക്ക് എന്തുണ്ട്? അറിവുണ്ട്. പിന്നെ കാക്കയ്ക്ക് നല്ലൊരു മനോഭാവം ഉള്ള. എന്താ നല്ലൊരു മനോഭാവം? വീടും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. ഓക്കെ. അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ് വൃത്തിയാക്കുക എന്നുള്ളത് നല്ല മനോഭാവം. കാക്കയ്ക്ക് ഒരു ശീലമുണ്ട്. എന്താ? എല്ലാ ദിവസവും കാക്ക വന്നിട്ട് അവരുടെ പരിസരങ്ങൾ വൃത്തിയാക്കും. സോ അങ്ങനെ ആലോചിക്കുക. ആരാ പറഞ്ഞ? അറിവുകൾ, മനോഭാവങ്ങൾ, ശീലങ്ങൾ എന്നിവ നേടുന്ന പ്രക്രിയയാണ് പഠനം എന്ന് പറയുന്നത് ആരാണ്? ക്രോ ആണ്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ഈ ഡെഫിനിഷൻസുകളിൽ നിന്ന് പഠനത്തിന്റെ ചില സവിശേഷതകൾ നമുക്ക് കണ്ടെത്താം. എന്തൊക്കെയാ പഠനത്തിന്റെ സവിശേഷതകൾ? ഒന്ന്, പഠനം എന്ന് പറയുന്നത് ഒരു നിരന്തര പ്രക്രിയയാണ്. ഇന്നോ നാളെയോ കൊണ്ട് അവസാനിക്കുന്നതല്ല. ജനനം മുതൽ മരണം വരെ മനുഷ്യരിൽ എന്ത് ചെയ്യുന്നുണ്ട്? പഠനം നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഫോർമൽ എഡ്യൂക്കേഷൻ ഒരു ഡിഗ്രിയോടെയോ അല്ലെങ്കിൽ ഒരു PGയോട് കൂടിയൊക്കെ അവസാനിക്കുമായിരിക്കും. പക്ഷേ എന്നും നമ്മൾ പുതിയ അനുഭവങ്ങളിലൂടെ നമ്മുടെ പെരുമാറ്റത്തില് മാറ്റങ്ങൾ വരുത്തുകയാണ്. ഒന്ന്, നിരന്തര പ്രക്രിയയാണ്. രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് പഠനത്തിന് എപ്പോഴും കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തത് സമായോജനമാണ്. സമായോജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഓരോ വ്യക്തിനെയും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠനം സഹായിക്കുന്നു. എന്തൊക്കെയാ പഠനത്തിന്റെ സവിശേഷത? നിരന്തര പ്രക്രിയയാണ്, ഉദ്ദേശാധിഷ്ഠിതമാണ്, സമായോജനം നടത്തുന്നു. സമായോജനം എന്ന് വെച്ചാൽ വ്യക്തികളെ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠനം സഹായിക്കുന്നു. ഒന്നുകൂടിയുണ്ട്, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പഠനം എന്ന് പറയുന്നത് സ്ഥിരമായ മാറ്റമാണ്. അതൊരിക്കലും ഒരു താൽക്കാലിക മാറ്റമല്ല. പഠനം ഒരു വ്യക്തിയില് മനസ്സിലോ പെരുമാറ്റത്തിലോ എന്ത് സംഭവിക്കുന്നു? സ്ഥിരമായ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഈ ഡെഫിനിഷനിൽ നിന്ന് പഠനത്തെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഈ ഘടകങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് 3 കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് പേഴ്സണൽ ഘടകങ്ങളാണ്. പേഴ്സണൽ ഫാക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ വൈയക്തിക ഘടകങ്ങളാണ്. അതെന്തൊക്കെയാണ്? ഒരു വ്യക്തിയുടെ ബുദ്ധി, ആ വ്യക്തിയുടെ പഠനത്തോടുള്ള മനോഭാവം, താല്പര്യം, ആ വ്യക്തിയുടെ പ്രായം, പരിപക്വനം, ഇതൊക്കെ എന്താണ്? പേഴ്സണൽ ഫാക്ടേഴ്സ് ആണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന അത്ര എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ ആ ഗ്രാസ്പിംഗ് പവർ ചിലപ്പം കുറഞ്ഞു വരും. അപ്പം പഠനത്തെ ചില പേഴ്സണൽ ഫാക്ടേഴ്സ്, ബുദ്ധി, മനോഭാവം, താല്പര്യം, പ്രായം, പരിപക്വനം മുതലായ പേഴ്സണൽ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമത്തേത് പാഠ്യവിഷയ ഘടകങ്ങളാണ്. അതായത് നമ്മൾ പഠിക്കുന്ന ആ ഭാഗത്തിന്റെ ദൈർഘ്യം എത്രത്തോളം വലുതാണ്, എത്രത്തോളം ചെറുതാണ്, അതിന്റെ കാഠിന്യം എത്രത്തോളമാണ്, എളുപ്പമാണോ, കഠിനമാണോ, ഇതൊക്കെ പഠനത്തെ സ്വാധീനിക്കുന്നു. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് അതിന്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ പഠന തന്ത്ര ഘടകങ്ങൾ എന്ന് പറയുന്നത്. അത് ഏത് പരിശീലന രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്?
അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സാഹചര്യം എന്താണ്? ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പഠനത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: പഠനമെന്നാൽ അനുക്രമമായുള്ള വ്യവഹാര അനുയോജനമാണ് എന്ന് നിർവചിച്ചത് ആരാണ്? നമ്മുടെ കോഡിലേക്ക് നോക്കിക്കേ. അനുക്രമമായി എന്തിലാണ് ചേഞ്ച് വരുന്നത്? സ്കിന്നില് അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് BF സ്കിന്നർ ആണ്. എന്താണ് ഇതിന്റെ ആൻസർ? BF സ്കിന്നർ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനുഭവത്തിലൂടെയും പരിശീലനത്തിലൂടെയുമുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം എന്ന് പറഞ്ഞതാരാ? അനുഭവത്തിലൂടെയും പരിശീലനത്തിലൂടെയും. അനുഭവം എന്ന് പറയുന്ന പാടെ ഞാൻ പറഞ്ഞു, കുട്ടി ഗേറ്റ് കടന്ന് പുറത്തു പോകുന്നു, അനുഭവം കിട്ടുന്നു, വ്യവഹാരത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നു. ആരാ പറഞ്ഞേ? ഗെയ്റ്റ്സ്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഗെയ്റ്റ്സ്. ആരാണ്? അനുഭവത്തിലൂടെയും പരിശീലനത്തിലൂടെയുമുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം എന്ന് പറഞ്ഞത് ഗെയ്റ്റ്സ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ പഠനത്തിന്റെ സവിശേഷതയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ നിരന്തര പ്രക്രിയ, ഓപ്ഷൻ ബി ഉദ്ദേശാധിഷ്ഠിതം, ഓപ്ഷൻ സി ഇത് താൽക്കാലിക വ്യതിയാനം മാത്രമാണ്. ഏതാ ഇതിന്റെ ആൻസർ? ഓപ്ഷൻ സി അല്ലേ? ഇത് താൽക്കാലിക വ്യതിയാനമാണോ? അല്ല, സ്ഥിരമായ മാറ്റമാണ്. പഠനം എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ മാറ്റമാണ്. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിലബസിലെ മറ്റൊരു ഭാഗവുമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.